എന്താണൊരു മനുഷ്യൻ്റെ ഫിലോസഫി? അത് അവൻ്റെ ചിന്താധാരകളാണ് അല്ലേ. ഇന്ന് ഞാനിട്ടൊരു പോസ്റ്റിന് താഴെ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ഗുണകാംക്ഷിയാണ്, അദ്ദേഹം ഇട്ടത് ഒരു പോസ്റ്റ് ഇട്ടു. തീർച്ചയായും എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ പലർക്കുള്ളൊരു സംശയം ആയതുകൊണ്ട് തന്നെ ആ ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കുകയാണ്. ഒരു ഫിലോസഫിയും ഉള്ള ആളല്ല ഡോക്ടർ. സോഷ്യൽ മീഡിയ വഴി പൈസ ഇങ്ങ് പോരട്ടെ എന്നുള്ളത് മാത്രമാണ് ഡോക്ടറുടെ ലക്ഷ്യം. അല്ലാതെ സമൂഹത്തിൻ്റെ പരിവർത്തനമോ സമൂഹത്തിന് മാറ്റമോ യാതൊന്നും ഡോക്ടർക്ക് വിഷയമല്ല. കച്ചവടവും ലാഭവും മാത്രം ലക്ഷ്യമാക്കുന്ന ഡോക്ടർ. ഈ പോസ്റ്റ് പറയുമ്പം ഇന്ന് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ന് രാവിലെ എൻ്റെ ഉപ്പ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോസ്റ്റുകൾ ഒന്ന് കുറക്കണം, ഇതുപോലെ ഒരുപാട് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടരുത് എന്ന് അതിൽ വിഷമിച്ചിരിക്കുകയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് പരിവർത്തനം ഉണ്ടാക്കുന്ന ഇത് എൻ്റെ ഫിലോസഫി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരൻ പറഞ്ഞ കാര്യത്തിന് ഒരർത്ഥവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഇക്കിഗായി കണ്ടെത്തുന്നത് അറിയോ? എനിക്ക് ഏതാണ്ട് ഒരു 9 വയസ്സുള്ള സമയത്ത്, 4ാം ക്ലാസ് സമയത്ത് എനിക്ക് മഞ്ഞപ്പിത്തം വന്നു. അത് തലക്ക് ബാധിച്ചു. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയും, ആ ഒരവസ്ഥ വന്ന് മരിച്ചു എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ നിന്ന് ജീവിതം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിന് ശേഷം ഞാൻ തിരിച്ചറിയണം എൻ്റെ ജീവിതത്തിന് എന്തൊരു അർത്ഥമുണ്ട്, തിരിച്ചറിയാണ്. ഒരു പക്ഷേ നമുക്ക് ഒരു ബോധോദയം വരികയാണ്, ഞാൻ മരിച്ചില്ലല്ലോ, ഇവിടെ ജീവനോടെ ബാക്കിയായല്ലോ. അന്ന് തൊട്ട് ഞാൻ എന്ത് ചെയ്യും, കയ്യെഴുത്ത് മാസികകളായിട്ട് ഇങ്ങനെ എഴുതിപ്പോരും. അതിൽ എന്തെങ്കിലും ലാഭം കണ്ടിട്ടൊന്നുമല്ല. ആഴ്ചയിലോ ഇപ്പോൾ ഓണമാണല്ലോ വരാൻ പോകുന്നത്, ഓണം വരുമ്പോൾ ഓണം നിലാവ് ഇറക്കും, ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് നിലാവ് ഇറക്കും, പെരുന്നാൾ നിലാവ് ഇറക്കും, ന്യൂ ഇയർ നിലാവ് ഇറക്കും. ഇങ്ങനെ ഗ്രാമനിലാവ് എന്ന് പറഞ്ഞിട്ടൊരു കയ്യെഴുത്ത് വാരിക എന്ന് വേണേൽ പറയാം. ഇന്നുള്ള അതേപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഇതൊക്കെ ഞാനതിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു ആശയങ്ങളാണ് പിന്നീട് ബ്ലോഗുകളായിട്ട് മാറുന്നതും മനസ്സിലായെങ്കിൽ ആ ഒരു സംഭവമാണ് പിന്നീട് അങ്ങനെയായിട്ട് മാറുന്നത്. അപ്പോൾ ഇവർ അന്ന് പണത്തിന് വേണ്ടിയല്ല ഇത് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പം ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്ന് തിരിച്ചറിയുമ്പം നമ്മൾ ആ കാര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെ ഞാനത് എഴുതി തുടങ്ങി. അത് ഡയറി കുറിപ്പുകളായി. എൻ്റെ ഡയറി കുറിപ്പുകളിൽ ഇങ്ങനത്തെ ഒരുപാട് എൻ്റെ ചിന്താധാരകൾ ഉദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ എഴുതി വെക്കും. ആ ഡയറികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒരു മാസം 1ഉം 2ഉം ഡയറികളൊക്കെ ഫില്ലാക്കിയ കാലം ഉണ്ടായിരുന്നു. ഇത്രയേറെ കളക്ഷൻ എൻ്റെ വീട്ടിലൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തുടരുന്നൊരു സംഭവമാണ് പിന്നെ ബ്ലോഗുകളായത്. അന്ന് ഞാൻ എഴുത്ത് കൂടുതലായിരുന്നു, ബ്ലോഗുകളായിട്ട് എഴുതി. പിന്നെയാണ് ആ വീഡിയോ രൂപത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരു ഫിലോസഫിയുടെ പുനരാവിഷ്കാരം മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനലുകളും ഇതും. ഇത് പണത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിൽ വല്ലാണ്ട് വരുമാനമൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു മാസം 500 രൂപ, 600 രൂപ, അല്ലെങ്കിൽ 1000 രൂപ. ഞാൻ ഉപയോഗിക്കുന്ന ഈ ക്യാമറയും മൈക്കിൻ്റെയും വില എത്ര വരും? ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ അതിന് വില. ഇത് നമ്മുടെ ജീവിതത്തിലൊരു ഇൻട്രസ്റ്റിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്നൊരു ലാഭം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഒരു മൈക്ക് പോലും നമ്മൾ വാങ്ങൂല. അതിന് മനസ്സിലായില്ലേ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരർത്ഥവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇക്കിഗായി എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ജനങ്ങളെ നമ്മൾ അംഗീകരിച്ച് തരും. അതിൽ നമുക്ക് ഒരുപാട് സംതൃപ്തി കിട്ടും. അതിലൂടെ പണവും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു ലക്ഷ്യത്തിലല്ല നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ പോസ്റ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും. കാരണം ഇന്നെല്ലാം കച്ചവടവൽക്കരിച്ച് മാത്രം കാണുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ തോന്നുള്ളൂ. ആ സഹോദരനെ തോന്നിയതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ല, തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ അദ്ദേഹം വിചാരിച്ചതിൽ ശരിയുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് വലിയൊരു അബദ്ധം എന്താ പറയുക, എൻ്റെ ഇക്കിഗായി ചിലപ്പം എൻ്റെ ഉറക്കങ്ങൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി, എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ ഇൻട്രസ്റ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് വലിച്ചു. എൻ്റെ പേഴ്സണൽ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ആ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോഴും എനിക്ക് എൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് പൂർത്തീകരിക്കാനുള്ള സമയം അവിടെ തെളിഞ്ഞു കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു വസ്തുത.
വല്ലാതെ എഡിറ്റിങ്ങും പരിപോഷമൊന്നും ഇല്ലെങ്കിൽ പോലും കൂടുതൽ ലൈവുകളായിട്ടും മറ്റും കൊടുത്തുകൊണ്ട് ഇതേ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സമയമില്ലാത്തടത്ത് പിന്നെ ഇതിന് സമയം കണ്ടെത്തി, അതിനും സമയമില്ലാത്തടത്ത് നിന്ന് പേഴ്സണൽ ലൈഫ് കെയർ ചെയ്യാനും സമയം കണ്ടെത്തി. ഇപ്പം എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എനിക്ക് സാധ്യമായി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇക്കിഗായിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എനിക്കിതിന് സാധ്യമാവുന്നത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആൾക്കാരോട് പറയുകയാണ്, എൻ്റെ ഫേസ്ബുക്ക് ചാനലിനോ യൂട്യൂബ് പേജിനോ ഇങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല, അതിലൂടെ പണം ഉണ്ടാക്കണം. പലപ്പോഴും ഞാൻ മറ്റുള്ളവരെ ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ സ്വയം അതിന് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. കാരണം എന്താ, അല്ലെങ്കിൽ അവർ പറയും, പൈസ കിട്ടിയിട്ടല്ല, അവർ പറയും, ഓ ഇവരെ വെച്ചിട്ട് ഇയാൾ ക്യാഷ് ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. ഒരുപക്ഷെ ജിമ്മിന് പോകാൻ പോലും ഞാൻ മടിച്ചു നിന്നത് ഈ പഠിക്കാനുള്ള എൻ്റെ സമയം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലും ഓഡിയോ ബുക്കുകളൊക്കെ കേട്ടുകൊണ്ടാണ്, ഞാൻ ഡ്യൂട്ടീൻ്റെ ഇടയിലാണ് വന്നത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വൈകിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീലിങ്ങോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോൾ ഈ സമയത്ത് തന്നെ ഇപ്പോൾ പേഷ്യൻ്റ് വന്നാൽ എനിക്ക് അപ്പോൾ പോവുകയും വേണം. അപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഷെയർ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പം, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയായി മാറുമ്പം ആ പഠനത്തിന് ഒന്നുകൂടിയും കരുത്തുണ്ടാവും, അതൊന്നുകൂടിയും നമുക്ക് തലച്ചോറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിലേക്ക് ഒന്നുകൂടിയും എക്സ്പീരിയൻസ് മിക്സ് ചെയ്യാൻ പറ്റും, അതിന് നല്ലൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഇത്രയും തിരക്ക് പിടിച്ച പ്രൊഫഷണൽ ലൈഫിനിടയിലും അതിനിടയിൽ വരുന്ന മറ്റ് പല കാര്യങ്ങൾക്കിടയിലും ഇതിന് ഞാൻ സമയം കണ്ടെത്തുന്നതും ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതും. മനസ്സിലായില്ലേ? പിന്നെ എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റാത്തത്, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാന ഫിലോസഫിയായി പരിവർത്തനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാല്യകാലത്തെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ പേഷ്യൻ്റ് വരുന്നവരെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറച്ച് ഇൻട്രസ്റ്റുകൾ ഞാൻ പറയാം. ഒന്ന്, പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുക, കൊച്ചു നോട്ട് പേജുകൾ ഇങ്ങനെ മുറിച്ചിട്ട് പുസ്തകം എഴുതി ഉണ്ടാക്കിയിട്ട് അത് ടെക്സ്റ്റ് ബുക്ക് പോലെ പഠിച്ചുണ്ടാക്കുക. ഇന്നത്തെ എൻ്റെ ആ ഒരു വീഡിയോ ക്രിയേഷനും അതും തമ്മിലൊരു ബന്ധം നോക്ക്. നമ്മുടെ ലൈഫിൻ്റെ ഒരു ലക്ഷ്യമാണെന്ന് കുട്ടിക്കാലത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടാണത്. ഇതിൽ നിന്ന് ഞാൻ പണം ഉണ്ടാക്കിയിട്ടില്ല. പണം ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്, നഷ്ടങ്ങളേ ഉള്ളൂ, ഉണ്ടായിട്ടുമുണ്ട്. അതിനെ ഒരു മാർക്കറ്റ് ചെയ്യാൻ പോലും ഞാൻ അനുവദിച്ചില്ല എന്നുള്ളത്. അത് കലാകാരന്മാർക്കും ഒരു കാര്യത്തിലുള്ള ഇൻട്രസ്റ്റും വരുമ്പോൾ പലപ്പോഴും പറ്റിപ്പോകുന്നൊരു അബദ്ധമാണ്. ഇന്നും എന്നോട് ട്രെയിനർ അജീഷ്, മൈൻഡ് മാസ്റ്റർ ട്രെയിനർ, ഇപ്പോൾ എന്നോട് ഇന്ന് രാവിലെ ഞാൻ ജിമ്മിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഈ കാര്യം. നിങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അത് എന്നെക്കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞതാണ്. പക്ഷേ ഈ പത്തനംതിട്ടയിലെ വാടക വീട് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അതൊരു വ്യക്തിയായിരിക്കല്ലോ, അദ്ദേഹം എന്നെ തൊട്ടും അറിയാത്ത ഒരാളും ഞാനിട്ട പോസ്റ്റുകളുടെ പേരിൽ മാത്രം എന്നെ വ്യാഖ്യാനിക്കുന്നയാളാണ്. 100% എന്നെക്കുറിച്ചുള്ള അറിവ് 0 ആണ് അദ്ദേഹത്തിന്. കാരണം അവർക്ക് ഈ പോസ്റ്റുകളും സോഷ്യൽ മീഡിയ ക്രിയേഷനും മാത്രമാണ്. പലപ്പോഴും എന്നെ തെറി പറയുന്ന ഒരുപാട് മനുഷ്യന്മാരും ഇതേ ഒരവസ്ഥയിലുള്ള ആൾക്കാരാണ്. ഞാൻ അദ്ദേഹത്തെ നോവിക്കാൻ വേണ്ടിയല്ല കേട്ടോ പറയുന്നത്, അദ്ദേഹത്തെ നോവിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ ഒരു ചോദ്യം അദ്ദേഹത്തിലൂടെ മറ്റ് പലർക്കും ചോദിക്കേണ്ട ചോദ്യം വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ ഇവിടെ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുള്ള കുറച്ചൊരു ഹോബി എന്ന് പറഞ്ഞാൽ മൊച്ചിങ് കൊണ്ട് ഇങ്ങനെ നമ്മളെ പൂളത്തണ്ടുമ്മൽ മൊച്ചിങ്ങ കുത്തിയിട്ട് ഇങ്ങനെ പ്രസംഗം ഉണ്ടാക്കി പഠിക്കുമായിരുന്നു. അതും ഇന്നത്തെ എൻ്റെ പ്രസൻറ്റേഷനും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ? ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഫിലോസഫി നമ്മൾ ജനിച്ച ഉടൻ തന്നെ രൂപപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, നമ്മുടെ ചിന്താധാരകൾ, നമ്മുടെ ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥങ്ങൾ, നാം എന്തിനു വേണ്ടി ഇവിടെ ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവുകൾ, ഇതിൽ നിന്നെല്ലാം രൂപപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഫിലോസഫി. അതിനിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡാൻസോ മറ്റോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ ഫിലോസഫി എന്നുള്ള തിരിഞ്ഞു പോക്കല്ല. മറിച്ച് ചിലപ്പം ഫിലോസഫി നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും, ഫിലോസഫി നമ്മളെ വട്ടുപിടിപ്പിക്കും. ചിലപ്പോൾ പറയും അതാ ഒരു ബുദ്ധിജീവി പോകുന്നു, അതാ ഒരു ചിന്തകം പോകുന്നു എന്ന് പറയുമ്പം
ചിലപ്പം നമ്മൾ പേഴ്സണൽ ലൈഫിലൊന്ന് ഇൻട്രസ്റ്റ് എടുത്താൽ മുടികളൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടി വലിയൊരു മറ്റേ ഒരു സഞ്ചി ബാഗൊക്കെ പിടിച്ച് അങ്ങനെ നടക്കുന്നൊരു സാഹചര്യം വരുമ്പം, പക്ഷെ ഞാൻ അങ്ങനെയല്ല. നമ്മൾ ചിരിക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിരിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു എൻ്റെ ഫിലോസഫി എന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒതുക്കാതിരിക്കാൻ വേണ്ടി, അതിനെ ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടി എപ്പോഴും എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫിലോസഫി പഠനങ്ങളും പഠിപ്പിക്കലും നീണ്ടൊരു ഫിലോസഫിയാണ്. കാരണം ഞാനൊരു ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓഡിയോ ബുക്കുകളും മറ്റും കേട്ടും വരുന്ന സാഹചര്യമാണുള്ളത്. മനസ്സിലായില്ലേ? അതേ സാഹചര്യത്തിൽ നമ്മൾ ഇടയ്ക്കൊരു പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ള തോന്നലുണ്ടാക്കിപ്പിക്കുകയാണ് അവിടെ. മനസ്സിലായില്ലേ? അപ്പം തീർച്ചയായിട്ടും ആ സഹോദരന് വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അദ്ദേഹത്തെ നോവിക്കാൻ വേണ്ടിയും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറയാണ്, ഇതിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലൊരു ഇൻട്രസ്റ്റ്, എൻ്റെ ഒരു പൂർത്തീകരണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നാം ബാക്കിയാക്കുന്ന കുറച്ച് അറിവുകൾ ഈ ലോകത്ത് ബാക്കിയാവണം എന്നുള്ളൊരു വിശ്വാസം, ഇതൊക്കെയാണ് എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.